ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഗെയിമിലെ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. ആക്ച്വലി ഈ അപ്ഡേറ്റ് വന്നിട്ട് 2-3 ദിവസമായി. ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് ഈ ഗെയിം കളിച്ചിട്ടില്ല. സത്യം പറയലോ, ഇതിനെക്കുറിച്ച് മറന്നുപോയി. ഈ ഗെയിമിലപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഷിൻചാന്, സ്പൈഡർമാന്, ടുങ് ടുങ് സവർ ഇവരൊക്കെ എൻ്റെ പിന്നാലെ വരിക. നമുക്ക് ഈ അപ്ഡേറ്റിലെ NPCകളെ സ്പോണാക്കാൻ പറ്റും. ഇവർ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഗെയിമിലെ പുതിയ സൂപ്പർ കാറൊക്കെ വന്നിട്ടാ. അതിൻ്റെ ചീറ്റ് കോഡൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാരെന്നെ പിന്നാലെ വരാണല്ലോ, ഇവരെങ്ങ് തീർത്തളയാം. എന്താണ്ടായേ, ഞാനും ചത്തൂലോ. ഓക്കെ, അപ്പോൾ സൂപ്പർ കാർസിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. ആദ്യത്തെ ചീറ്റ് കോഡ് ഇതാ, ആഷ് 313. ഇതടിച്ചു കഴിഞ്ഞാൽ നിസാൻ GTR സ്പോണാവും. ഇതാണ് നിസാൻ GTR, നൈസ് കാറാ. ഇനി അടുത്ത ചീറ്റ് കോഡാണ് ആഷ് 314. ഇതടിച്ചു കഴിഞ്ഞാൽ ഫെറാറിയുടെ കാർ സ്പോണാവും. ഇനി അടുത്ത ചീറ്റ് കോഡാണ് ആഷ് 315. ഇതടിച്ചു കഴിഞ്ഞാൽ ലംബോർഗിനി സ്പോണാവും. ഇത് ഏതാ മോഡല്? അവൻറ്റാഡർ തോന്നുന്നുട്ടാ. ഈ 3 സൂപ്പർ കാറാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നത്. ഇനിയിപ്പോൾ NPC ഒക്കെ എങ്ങനെ സ്പോൺ ആക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഓപ്പൺ ആവും. ഇതാണ് ആ സൈറ്റ്, itemods.com. ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയുടെ ഇഷ്ടം പോലെ മോഡ്സ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ആർമി ഓഫീസർ ഉണ്ട്, ബെൻടൻ ഉണ്ട്, ഗോഡ്സില്ല, ഗോക്കു, ഗ്രാനി, ഇഷ്ടം പോലെ മോഡ്സ് ഉണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഇതിലെ അയൺമാനെ സെലക്ട് ചെയ്യാം. അവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ ഉണ്ട്, അതമർത്ത. അന്നേരം ഈ ഫയല് ഡൗൺലോഡ് ആവും. അപ്പുറത്ത് പിന്നെ കോപ്പി ലിങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടാ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്ത ഫയലില്ലേ, അത് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിലുണ്ടാവും. അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് സെർച്ചിൽ അയൺമാൻ എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലില്ലേ, അത് കാണാൻ പറ്റും. ironman.fbx FBXൻ്റെ ഫയലാ. ഇനി അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇവിടെ IT എന്ന് കാണാൻ പറ്റും. ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മളങ്ങനെ ആ മോഡ് ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ പിന്നെ വേറെ കുറേ മോഡ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാ. ഇനിയിപ്പോൾ ITയുടെ ഫോൾഡർ ഇല്ലെങ്കിലേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തോ, എന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ITM മെനുവില്ലേ, ITM മെനു ഓപ്പൺ ആക്കുക. അന്നേരം ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, ചേഞ്ച് പ്ലെയർ മോഡൽ, സ്പോൺ NPC. അതിൽ സ്പോൺ NPC സെലക്ട് ചെയ്യുക. സൈസ് പിന്നെ ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ നോർമലാണ് കൊടുക്കണേ. നേരത്തെ നമ്മൾ അയൺമാൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തില്ലേ, ആ അയൺമാനിന്ന് സെലക്ട് ചെയ്യുക. അന്നേരം മുമ്പിൽ അയൺമാൻ സ്പോൺ ആവും. ഇതേ കണ്ടില്ലേ, അയൺമാൻ സ്പോണായി. ഇത് പിന്നെ നോർമൽ സൈസാ. നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം. ഇതിൽ ബിഗ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അയൺമാൻ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ അയൺമാൻ സ്പോൺ ആവും. അതും അങ്ങനെ സ്പോണായി. ഇനി നമുക്കും അയൺമാനായിട്ട് മാറാൻ പറ്റും ട്ടാ. നമ്മുടെ ജാക്കില്ലേ, ഈ ക്യാരക്ടറും അയൺമാനാക്കി മാറ്റാം. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ചേഞ്ച് പ്ലെയർ മോഡൽ. എന്നിട്ട് ഇഷ്ടമുള്ള സൈസ് കൊടുക്കുക, അയൺമാൻ സെലക്ട് ചെയ്യുക. അന്നേരം നമ്മൾ അയൺമാനായിട്ട് മാറും. ഇതേ കണ്ടില്ലേ, നമ്മളും അയൺമാനായിട്ട് മാറി. ഈ അപ്ഡേറ്റ് ഇപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ സൈറ്റ് ഓപ്പൺ ആക്കിയില്ലേ, അന്നേരം ഡൗൺലോഡിൻ്റെ അപ്പുറത്തെ കോപ്പി ലിങ്കിൻ്റെ ഓപ്ഷനും ഉണ്ട്. അതും എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു മോഡ് സെലക്ട് ചെയ്യാം. ഞാൻ മോട്ടോൻ്റെ നോക്കണേ. അപ്പുറത്ത് കോപ്പി ലിങ്ക് ഉണ്ട്, അതും അമർത്തി. അന്നേരം ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ITM മെനു ഓപ്പൺ ആക്കുക, സ്പോൺ NPC കൊടുക്കുക. അടിയിൽ കണ്ടില്ലേ, ലോഡ് URL മോഡൽ എന്ന് കാണും. അതുമ്മ ക്ലിക്ക് ചെയ്യുക. അന്നേരം ആ ലിങ്ക് പേസ്റ്റ് ആവും. അപ്പോൾ അതേ മോട്ടോൻ്റെ ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ സ്പോണായി. അതേപോലെ തന്നെ നമ്മുടെയും മാറ്റാം.
ചേഞ്ച് പ്ലെയർ മോഡൽ കൊടുക്കുക, ലോഡ് URL മോഡൽമേ ക്ലിക്ക് ചെയ്യുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും മോട്ടുമായിട്ട് മാറും. അപ്പോൾ ഇതേപോലെയാണ് NPCയുടെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.